വെൽക്കം ടു ഗൈസ്. എല്ലാവരും 10-20 പേരെ വെച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യും. അവസാനം ആരും ഉണ്ടാവില്ല. നമ്മൾ അതുപോലെ തന്നെ 10-16 പേരെ വെച്ച് പ്ലാൻ ചെയ്തു. ലാസ്റ്റ് 2-3-4 ആൾക്കാർ വെച്ചിട്ട് വളരെ മോശമായി പോയി. Yes guys, finally I am in Goa and in this video I am going to show my last 48 hours in Goa. ചില സാങ്കേതിക തകരാറ് മൂലം ന്യൂ ഇയറിൻ്റെ അന്നാണ് നമ്മൾ ഗോവയ്ക്ക് വിട്ടത്. ആയതിനാൽ അന്ന് എല്ലാത്തിനും നല്ല കത്തി നിൽക്കുകയായിരുന്നു റേറ്റ്. ബട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രൈസിന് നമ്മൾ 2 സ്കൂട്ടി റെൻറ്റിന് എടുത്തിരുന്നു. അതൊരു നല്ല ഡിസിഷനായിരുന്നു. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര ഈസി ആൻഡ് ഓക്കെ ആയിരുന്നു. ഇന്നത്തെ ഈവനിങ് നമ്മൾ നേരെ പോയത് ബാഗ ബീച്ചിലേക്കാണ്. അവിടെ ബീച്ചെല്ലാം ഓണായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് നല്ല ഒരു കിഡു എല്ലാവരും വിചാരിക്കും എനക്കെന്താ പ്രശ്നമുണ്ട്. രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ച് പക്ഷെ ഇത് വെച്ചില്ലേ കണ്ണ് കാണൂല. യെസ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കണ്ണ് കാണില്ല. കണ്ണട വെച്ചില്ലെങ്കിൽ കണ്ണ് കാണില്ല ഗൈസ്. അപ്പം രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ച് നടത്തിയില്ല. എൻ്റെ കണ്ണ് കാണാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് അങ്ങ് അറ്റം വരെ കുറേ ദൂരം ഞങ്ങൾ നടത്തും. പക്ഷെ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ചില സ്ഥലത്ത് ഓക്കെയാണ്. പക്ഷെ ചില സ്ഥലത്ത് കാലിങ്ങനെ പൂണ്ടു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതില്ല നടക്കാൻ വേണ്ടി. ആൻഡ് ഫുള്ള് പാട്ടും ബഹളും. ഓരോ സ്ഥലത്ത് ഓരോ അടുത്തടുത്താണ് കടകളെങ്കിലും അടുത്തടുത്ത കടകളിൽ 2 കടയിൽ 2 പാട്ടാണ്. അതും ഫുൾ വോയിസിൽ. അപ്പം ഫുൾ സൗണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് തരക്കേടില്ലാത്ത തമ്മിൽ ഭേദമെന്ന് തോന്നുന്ന ഒരു കട കണ്ടുപിടിച്ചു. അവിടുത്തെ പ്രൈസ് ലിസ്റ്റ് കണ്ടിട്ട് നമ്മളെ കണ്ണ് തള്ളിയ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിക്കണോ അതോ പുറത്ത് പോയി കഴിച്ചാൽ മതിയോ എന്നുള്ള ചർച്ചയിലാണ്. അങ്ങനെ അവിടെ നിന്ന് എന്തെങ്കിലും ചെറുത് കഴിച്ചിട്ട് പുറത്ത് പോയി നമുക്ക് ആവശ്യമായിട്ട് കഴിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ബ്രേസ്ലെറ്റ്സും മാലകളും പിന്നെ ഹെയർ ബ്രെയ്ഡും ചെയ്യാനൊക്കെ. അവിടെ പോകുന്നവരെ എനിക്കുണ്ടായിരുന്നു. ബട്ട് അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സ് മാറി. ഞാൻ ചെയ്തില്ല. ഞാൻ അവരെ കയ്യിൽ നിന്ന് പൂർണ്ണയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചതിന ഈ ബ്രേസ്ലെറ്റ് മേടിച്ചു. അവിടെ നമുക്ക് എടുത്തു തരാൻ ടുട്ടു അങ്ങനെ എന്തോ പേരുള്ള ഒരാളുണ്ടായിരുന്നു. ആൾ ഹിന്ദിയാണ്. അപ്പം ദിയയ്ക്ക് 1ാം ക്ലാസ് മുതൽ പഠിച്ച ഹിന്ദി എവിടെയെങ്കിലും തകർക്കാൻ വേണ്ടി അവൾ കാത്തിക്കുന്ന ഒരു അവസരം പോലെയായിരുന്നു ഗോവയിൽ പോയത്. അവൾ ഹിന്ദി എടുത്ത് മാറി വെതറുകയായിരുന്നു. നമുക്കൊന്നും മനസ്സിലാവില്ല എന്നാൽ പെട്ട് അവർക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഫുൾ സ്റ്റാർ ആയിരുന്നു. അവിടുത്തെ ഓരോ ഷോപ്പിൻ്റെയും ഡെക്കറേഷൻസ് ഒന്നിനൊന്ന് വെച്ചായിരുന്നു. ഓരോ സ്ഥലത്തും മറ്റേ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ഡെക്കറേഷൻ പോലെയായിരുന്നു പുറത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. അത്ര അടിപൊളിയാണ്. അതിൻ്റെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പാട്ടും DJയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അവിടെ പോയി കളിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് എൻട്രി ഫീ ഒന്നുമില്ല. പുറത്ത് തന്നെയാണ് അത് സംഭവം. അതിൻ്റെ ഇടയ്ക്ക് അച്ചു ഡാൻസ് കളിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ കാണാണ്ടായി. അപ്പോൾ പേടിച്ചടുത്ത് നിൽക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. പുറത്ത് നല്ല ഫുഡ് അടിച്ച് കയറ്റാനുള്ള പോക്കായിരുന്നു. പക്ഷേ പുറത്തെ കാര്യം പറയണ്ടല്ലോ, അതിലും അബദ്ധമായിരുന്നു. നമ്മൾ ഒരു തട്ടുകട സെറ്റപ്പ് കണ്ടുപിടിച്ച് കയറിയതായിരുന്നു. ബട്ട് അവിടുന്ന് കിട്ടിയത് ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്ത്. പക്ഷെ നമുക്ക് ഗാർലിക് ചിക്കൻ പോലത്തെ ഒരു സാധനം കിട്ടിയത് ഒരു രസമല്ലായിരുന്നു. അത് കഴിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് ബീച്ചിലേക്ക് തന്നെ വന്നു. നമ്മൾ പിന്നെയും നടന്നു. അങ്ങേയറ്റം വരെ ഒന്നുകൂടി നടന്നു. പിന്നെ ഒരു 10 മണി ആകുമ്പോഴത്തേനും അവിടെ എല്ലാം ക്ലോസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ടേബിളും അതൊക്കെ അകത്ത് വെച്ച് എല്ലാവരും പോകാൻ തുടങ്ങി. ബീച്ച് കാലിയാവാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളും പയ്യെ ഇറങ്ങി. പക്ഷേ പകുതി എത്തിയപ്പോൾ നമുക്ക് ഇത്ര നേരത്തെ റൂം പോട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എടുക്കും. അങ്ങനെ നമ്മൾ ഒരു വീഡിയോ കണ്ട് നൈറ്റ് ലൈഫ് വാഗത്തൂറാണെന്ന് പറഞ്ഞു. വാഗത്തൂർ ഇന്റർനെറ്റിൽ കാണുന്ന വീഡിയോസ് ഒന്നും കണ്ട് നിങ്ങൾ ഒരു ടൂറും പ്ലാൻ ചെയ്തത്. വാഗത്തോറാണ് ഏറ്റവും നല്ല നൈറ്റ് ലൈഫ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് നമ്മൾ എത്തിപ്പെട്ടത് ഇങ്ങനെ ഒരു സ്ഥലം. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു വാഗത്തോറാണ് ഏറ്റവും നല്ല ബെസ്റ്റ് നൈറ്റ് ലൈഫ് ഉള്ളതെന്നും മോർജിൻ നല്ല സൺസെറ്റ് ബീച്ച് ഉള്ളതെന്നും. പക്ഷേ അത് കണ്ട് വാഗത്തോർ വന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. ഈ എംപ്റ്റി ബീച്ചസ് ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ല ഇവിടെ. വന്ന വഴിയാണെങ്കിലും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ഇനി നമ്മൾക്ക് വാഗത്തൂർ മാറിപ്പോയോ എന്നുള്ളതാണ് നമ്മൾ സംശയം. ബട്ട് ബാഗ അടിപൊളിയായിരുന്നു. അവിടെ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ടൈം പോകും. ഇനി അഡ്വഞ്ചർ ലൈഫ് ഒന്നുമില്ല. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു, കിടന്നുറക്കുന്നു, നാളെ രാവിലെ എണീക്കുന്നു, ബാക്കി ഗോവൻ സീൻസുകൾ കാണുന്നു. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ. റെഡിയല്ലേ? പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ പോയിട്ട് വരാം.
ഇവിടെയാണ് റെസിഡൻഷ്യൽ ഏരിയ കൂടുതലുണ്ടോ ഫാമിലി മറ്റേ കുറച്ച് ഇന്നലെ വരെ ഗോവയുടെ പ്രാം പ്രദേശത്തായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പം നേരാമണുള്ളി പ്രദേശത്ത് നമ്മൾ ഓൾഡ് ഗോവയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു കത്തീഡ്രലിൽ പോയി പോയി നോക്കാം. കുറേ അധികം ബിൽഡിങ്സും റിമൈനിങ്സും ആ പോർച്ചുഗീസ് ഇരയിലുള്ളത് ഇന്നും അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ റോം ഓഫ് ഈസ്റ്റ് എന്നാണ് ഓൾഡ് ഗോവയെ അറിയപ്പെടുന്നത് തന്നെ. ഇന്ന് അവയൊക്കെ തന്നെ യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. അറൗണ്ട് ഒരു 1517 ഒരു 8 മെമ്പേഴ്സ് വന്ന് അവിടുത്തെ ഗവർണറിൻ്റെ ആയിരുന്നു ഒരു 3 പ്രോപ്പർട്ടീസ് മേടിക്കണം. ലേറ്റർ ഇവഞ്ച്വലി ഈ പ്രോപ്പർട്ടീസ് അവർ ഒരു പ്ലേസ് ഫോർ വേർഷിപ്പ് ആക്കുകയും അവിടെ അൾത്താറൊക്കെയുള്ള രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. 1521 ആയപ്പോഴത്തേനും അതൊരു ചർച്ചായി മോഡിഫൈ ചെയ്യുകയും ഒരു 1661 ആയപ്പോഴത്തേനും അത് ഇന്നത്തെ രൂപത്തിലുള്ള ചർച്ചാക്കി മാറ്റുകയാണ് ചെയ്തത്. ചർച്ച് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി അങ്ങോട്ട് ലൊക്കേഷനിട്ട് പോയെങ്കിലും അവിടെ എക്സ്പോസിഷൻ നടക്കുന്നത് നമുക്ക് അറിയാണ്ടാണ് പോയത്. 20 or 10 ഇയേഴ്സിൽ ഒരിക്കലാണ് നടക്കുന്നത്. സെൻറ്റ് സാവിയേഴ്സിൻ്റെ ബോഡി ഇന്നും മാറ്റങ്ങളൊന്നും കൂടാതെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് അത് താഴെ ഇറക്കുകയും എല്ലാവർക്കും കാണാൻ പറ്റുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്ക്. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ചർച്ചിലേക്ക് കയറാനുള്ള ക്യൂ ആണ്. നമ്മൾ ഗുരുവായൂർ ക്യൂ നിൽക്കുന്ന പോലെ ഉണ്ട്, വളഞ്ഞ് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി നമ്മൾ അകത്ത് കയറി കാണുന്നില്ല, പുറത്തുനിന്ന് കണ്ട് നമ്മൾ പോവുകയാണ്. നമ്മളെ നാട്ടിൽ 15 റുപ്യക്ക് കിട്ടുന്ന പപ്സാണ് ഇവിടെ. ഇരട്ടി പൈസ 30 രൂപക്കാണ്. വെള്ളത്തിൻ്റെ കാര്യങ്ങൾ 20 റുപ്യൻ്റെ ബോട്ടിൽ 10 റുപ്യൻ്റെ ബോട്ടിൽ 20 റുപ്യ. പക്ഷെ അത് ബോട്ടിൽ മേടിച്ച സ്ഥലം മാറിയാണ്. നേരത്തെ കയറാണ്ട് ഇറങ്ങിയ ചർച്ച അത്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അടുത്ത ചർച്ച്. ആൻഡ് അവിടെ എന്തോ ഒരു ആർച്ച് ഉണ്ട്. ഇത് റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ അതേ മോഡലിൽ ഉണ്ടാക്കിയ ചർച്ചാണ് അത്രേ. അതിൻ്റെ ഫേസും ഇതിൻ്റെ ഫേസും സെയിം ആണെന്ന് പറയുന്നത്. ശേഷം നമ്മൾ പോയത് ആർച്ചിൻ്റെ അടുത്തേക്കാണ്. ആർച്ചിനപ്പുറത്ത് ഒരു കടത്താണുള്ളത്. ആ കടത്തുണ്ടപ്പോൾ നമുക്ക് നാട്ടിൻ പ്രദേശം പോലെ തോന്നിയെങ്കിലും ഇത് നല്ല ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പണ്ട് പോർച്ചുഗീസ് ഗോവയുടെ ക്യാപിറ്റലായിരുന്നു ഓൾഡ് ഗോവ. അപ്പോൾ ഓൾഡ് ഗോവയിലേക്കുള്ള ഒരു മെയിൻ എൻട്രൻസ് തന്നെയായിരുന്നു ഇത്. അവിടെ ഫ്രാൻസിസ് ഡ ഗാമ അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ വാസ്കോ ഡ ഗാമയുടെ മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ആർച്ച്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി അടുത്തത് മറ്റേ എന്തായിരുന്നു സെൻറ്റ് സേവിയേഴ്സ് ടവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴിക്ക് തിരിച്ചു പോകണം, പക്ഷേ ഫുൾ വൺ വേയും ബ്ലോക്കും ഒക്കെ ആണ്. നമുക്ക് വഴി കണ്ടുപിടിക്കാം. ഇവിടെ വേറൊരു ടവർ, ഇതാണെന്ന് തോന്നുന്നു ഈ ഇതിൻ്റെ പഴയ കവാടം. ഇവിടെ അടുത്തടുത്തടുത്ത് കുറേ ചർച്ച, ഇഷ്ടംപോലെ ചർച്ച. ആ കാണുന്നത് ആണ് നമ്മൾ പോകുന്ന ടവർ. ചുറ്റി അത് നേരെ ബേക്കിലാണ് നമ്മൾ നേരത്തെ കണ്ട ചർച്ച് ഉള്ളത്. ഇത് എൻ്റെ മുമ്പിൽ വേറൊരു ചർച്ച് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ വേറെ ചർച്ച്, ബേക്കിൽ വേറെ ചർച്ച്, ചുറ്റും ചർച്ച്. 1602 ഓൾമോസ്റ്റ് ഒരു 422 വർഷം മുമ്പ് പണി കഴിപ്പിച്ച പള്ളിയായിരുന്നു ഇത്. 4 ടവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഓൺലി ഇത് മാത്രമേ റിമെയിൻ ചെയ്യുന്നുള്ളൂ. തകർന്നു പോയിരുന്നോ? അതും കൂടെ നോക്കണം. 427-22 വർഷം പഴക്കമുണ്ട് ഈ ചർച്ചിന്. ഹായ്, വെൽക്കം. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ചർച്ച്, നേരെ മുമ്പിലൊരു ചർച്ച്, അതിൻ്റെ ബാക്ക് നോക്ക്. ചർച്ചിലായിരുന്നു നമ്മൾ ആദ്യം പോകുന്നത്. കഴിഞ്ഞിട്ട് ഇത് ഇപ്പുറത്ത് വേറെ വലിയൊരു അടുത്ത നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. പുണ്യകാലം എന്ന് പറയും ശരിക്കും പറഞ്ഞു. ആ പുണ്യകാലമാണ് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് ക്രിസ്ത്യൻ സമുദായത്തെ വാർത്തെടുക്കാൻ വേണ്ടി
വിദേശത്ത് നിന്ന് വന്നത്. ആ മനുഷ്യന്റെ ബോഡിയാണ് അഴുകാതിരിക്കുന്ന ബോഡിയാണ് കാണാൻ. എവിടെ പോയാലും ഒരു മലയാളിയെങ്കിലും കാണാണ്ട് തിരിച്ചു വരുമായിരുന്നു. ഇത് നമ്മൾ ആലുവയിൽ നിന്നുള്ള കുറേ ചേട്ടന്മാരെ അവിടുന്ന് കണ്ടാട്ടോ. അവരാണ് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു തന്നത്. ലാസ്റ്റ് ഇപ്പോൾ ഉള്ളത് ഫൗണ്ടെയിൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ഇവിടെ നിന്ന് നമ്മൾ നിന്നെടുത്തുനിന്ന് ഒരു ഓൾമോസ്റ്റ് 10-11 കിലോമീറ്റർ 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടെ കളർഫുൾ സ്ട്രീറ്റ്സ് ഒക്കെ നല്ല പോർച്ചുഗീസ് വൈബിലുള്ള ബിൽഡിങ്സും പല കളറിലുള്ള ബിൽഡിങ്ങുകളും രസമുണ്ട്. വലിയൊരു ടൂറിസ്റ്റ് കമ്പനി. വണ്ടി വെച്ച് നമ്മൾ ചെയ്തോണ്ടിരുന്നത് വണ്ടി എവിടെയോ വെച്ചു. ഇപ്പൊ ഇവിടെ എല്ലാം ഒരുപോലെ ലൈബ്രറി ആയിട്ട് അപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയതാണ്. നിങ്ങൾ അങ്ങോട്ട് തപ്പു, ഞങ്ങൾ ഇങ്ങോട്ട് തപ്പാം. ഈ വണ്ടി കണ്ടുപിടിക്കും. നമ്മളെ കണ്ടുപിടിക്കാൻ ആൾക്കാർ വരണം. അപ്പം നമ്മളെങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരെ വിളിച്ചാലേ അറിയില്ലൂ അവരെ കണ്ടുപിടിക്കാൻ ആൾക്കാർ പോണോ വേണ്ടയോ. എവിടെന്നെങ്കിലൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ കാണുന്നില്ല. നന്നായി. ഇവിടുന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇവിടുന്ന് അങ്ങനെ കുറച്ചും കൂടി. ഇത് ഇവിടുത്തെ ഒരു ലൈബ്രറിയാണ് കേട്ടോ. ഒഫീഷ്യലി ലോസ്റ്റ് ആയതുപോലെയുണ്ട് കേസ്. എവിടെയാണ് അവരൊന്നും മനസ്സിലാവുന്നില്ല. കിട്ടി ഗൈസ്, കിട്ടി, അവസരം കിട്ടി. അവിടെ ഇല്ല ഗൈസ്. മോസ്റ്റ് എക്സിറ്റിംഗ് പാർട്ട് ഓഫ് ദിസ് ട്രിപ്പ് നമ്മളെ ഗോവയിലെ ഒത്തൻറ്റിക് ഫുഡായ ഗോവൻ താളി കഴിക്കാൻ. താളി കണ്ടുപിടിച്ചു. നമ്മൾ ഫിഷ് താളി ട്രൈ ചെയ്യാം. വെൽക്കം ടു എപ്പിസോഡ് ഓഫ് ഞാൻ അത് കോപ്പി അടിച്ച് പറഞ്ഞു. എന്തായിരുന്നു അങ്ങനെ താളി നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. അല്ല, ഇനിയിപ്പോ ഒന്ന് പ്രശ്നം പറയാം. ഇവിടെ വിചാരിച്ച ഒരു സാധനം വന്നിട്ടില്ലെങ്കിലല്ല സീന് വീടുന്ന് അങ്ങ് പോകുന്ന വരെ നീ ഇത് കേൾക്കേണ്ടി വരും. ശടാ മീൻകറി പൊടി തിന്നുന്ന പോലെ. എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? പക്ഷെ ഞാൻ പിക്ചറിൽ കണ്ട ആ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇവർ ഓർഡർ ചെയ്തത് 120 റുപ്പീസിൻ്റെ എന്തോ ഒരു താളിയാണ്. പക്ഷെ എനിക്ക് അതിലൊരു ലക്ഷൂറിയസ് തോന്നാത്തതുകൊണ്ട് ഞാൻ 300 റുപ്പീസിൻ്റെതാണ്. അതാറ്റം ബേർത്തല്ലെങ്കിൽ നന്നായ മതിയായിരുന്നു. ടെൻഷനാവുന്നല്ലോ. ഇത്രയും ടെൻഷൻ എനിക്ക് റിസൾട്ട് വരുമ്പോൾ പോലും ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നെനിക്ക് തോന്നി. ഇതാണ് 300 രൂപയ്ക്ക് അവർ തന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലേ? ഇത് കൂടുതലുണ്ട്, ഇതും കൂടുതലുണ്ട്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്.
ഇതും കൂടെ ആയപ്പോൾ കംപ്ലീറ്റ് ആയി. യെസ്, ലൈം ജ്യൂസ് കുടിച്ചായി. അടിപൊളി. നമ്മൾ അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇനി വണ്ടി എടുത്ത് പോകാം. ഇത് രണ്ടുമാണ് കേട്ടോ നമ്മൾ വണ്ടി. ലാസ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നു ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പാഞ്ചിങ് ബീച്ച്. യെസ്, ക്യാപിറ്റൽ ഓഫ് ഗോവ അല്ലേ? ഓഡിയൻസ് കമന്റിൽ പറയൂ. ഓക്കെ, അപ്പം നമുക്ക് ബീച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നലത്തെ ബാഗ ബീച്ചിൻ്റെ അത്ര ഇവിടെ എന്തൊക്കെയാ സംഭവം നോക്കട്ടെ. സൺസെറ്റിനെ സെറ്റുന്നതിന് മുമ്പ് നമ്മൾ ഓടി വന്നതാണ്. നമ്മൾ ജയിച്ചു. സൺസെറ്റ് ചെയ്യില്ല, ഇനിയും സെറ്റാൻ സമയം. ഒന്നും പറ്റാത്ത കാര്യം ഇന്ന് നമ്മൾ സാധിച്ചു. ഇന്നലെ ഇന്നലെ നമ്മൾ സൺസെറ്റ് സമയത്ത് കുളിക്കുകയും പക്ഷേ ഇന്ന് നമ്മൾ സൺസെറ്റ്. ഇവിടെ ഒരു ഫാമിലി ബീച്ച് പോലെ ഉണ്ട് അല്ലേ? പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. We made it before sunset, guys. Yeah. ഇതൊരു പക്ക ഫാമിലി ബീച്ചാണ്. അല്ല, സൂര്യനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നും താഴാനുള്ള ഒരു ചാൻസും ഇല്ല. ഇവിടെ ഒരു ബീച്ച് അത്രേ ഉള്ളൂ. നമ്മളെ കോഴിക്കോട് ബീച്ചിലെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു മെയിൻലി ക്രൂസ് ജേണി, അത് ക്രൂസിൽ പോകുന്നതായിരിക്കും. പിന്നെ കുറേ കസിനോസ്, ആ ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. കുറേ ക്രൂസ് ഉണ്ട് അവിടെ. നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഓൺ ടൈമിൽ എത്തിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളത് ബുക്ക് ചെയ്തില്ല. പെർ പേഴ്സൺ 500 rupees അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് സൺസെറ്റ് കഴിഞ്ഞാൽ നേരെ തിരിച്ചു പോവാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ രാത്രി ഒന്നും ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്താ 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 ഓ അത് നല്ലൊരു അടിപൊളി പീസ്ഫുൾ സൺസെറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ഓണായി വരുന്ന പാഞ്ചിങ് സിറ്റിയൊക്കെ കണ്ട് നമ്മളൊരു നല്ല ബ്ലോക്ക് കിട്ടി. എന്നാലും അടിപൊളിയായിരുന്നു. ഈ മരം നമ്മൾ റോട്ടിന് നടുക്ക് കണ്ടതാണ് കേട്ടോ. റോട്ടിന് നടുക്കൊരു മരം. അങ്ങനെ ഒരു വലിയ ബ്ലോക്ക് കഴിഞ്ഞ് ഒരു രാത്രി ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. എൻ്റെ ഫോൺ ഇപ്പോൾ ചാവും. 10% ഉള്ളൂ. 20% നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സാഹസിക യാത്രയിലായിരുന്നു. നാളെ രാവിലെ 9:09. ഓ, അത് കൂളാണ്, കുഴപ്പമില്ല. അപ്പം നാളെ സ്കൂട്ടി തിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ നല്ല മുതലാക്കിയില്ലേ സ്കൂട്ടി? നല്ല മുതലാക്കി. ആകെ 200 രൂപയ്ക്കകത്തേ പെട്രോൾ അടിച്ചിട്ടുള്ളൂ. ഒരുവിധം നോർത്ത് ഗോവ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട്. ആരതാ പ്ലാൻ? എടാ, എന്റെ വീഡിയോ കാണുന്നത് 4, 3, 7 പേര്. അതിൽ ഞാൻ തന്നെ 2 വട്ടം കാണും. ഇവളൊരു 5 വട്ടം. അച്ഛൻ തന്നെ കാണും 2 അക്കൗണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ കമന്റ് ഇടും, ഇതെന്റെ ഒരു അക്കൗണ്ട്, അടുത്ത അക്കൗണ്ട്. സൈക്കോകളായിട്ടുള്ള ഹായ്. ഇത് ആദ്യത്തിൻ്റെ ഒരു കളർഫുൾ ഷർട്ട് കണ്ടിട്ട് ഇതതിൻ്റെ മേലെ കൂടെ കൊള്ളാം. പിന്നെ നമ്മൾ വിചാരിച്ചത് നാളെ നൈറ്റ് 9 മണിക്കുള്ള ട്രെയിനിൽ കയറാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എന്നാലും അവിടെ ആകുമ്പോൾ നേരം വെളുക്കുമ്പോൾ അവിടെ എത്തും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ചു ഇല്ല, ഓൾമോസ്റ്റ് നമ്മൾ എല്ലായിടത്തും പോയി കഴിഞ്ഞു. പിന്നെ ഓക്കെ ആയി, നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നാളെ നമ്മൾ ഉച്ചയ്ക്ക് കയറാം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് തിവിം സ്റ്റേഷൻ എന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. ഇവിടുന്ന് രാവിലെ 10 മണിക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ 10 മണിക്ക് ചെക്കൗട്ട് ചെയ്യുന്ന ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇന്നത്തെ ലാസ്റ്റ് സൺസെറ്റ് ആയിരുന്നു. നമ്മൾ ഗോവയിലത്തെ ലാസ്റ്റ് സൺസെറ്റ് ആയിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് ഞാൻ കണ്ടു.
നമ്മൾ കറക്റ്റ് ലാസ്റ്റ് 1 മിനിറ്റ് ഇങ്ങനെ 59 വരെ എണ്ണുമ്പോൾ ഫുൾ പോയി, സൺ ഫുൾ പോയി. നൈസ് സൺസെറ്റ് ആയിരുന്നു, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കാമായിട്ടുള്ള സൺസെറ്റായിരുന്നു. നമ്മളത് പാൻജിങ് ബീച്ചിൽ നിന്നാണ് കണ്ടത്. അങ്ങോട്ടേക്കുള്ള റൂട്ടായാലും ആ പാലം, എവറിത്തിങ്. അങ്ങോട്ട് പോയപ്പം ഒരു നല്ലൊരു വ്യൂ കിട്ടി, ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു നൈറ്റ് വ്യൂ കിട്ടി. അങ്ങനെ ഓൾമോസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരാനായപ്പോഴത്തേനും എൻ്റെ ചാർജ് തീർന്നപ്പോൾ കുറച്ച് ടെൻഷനായി. നമുക്ക് വഴി ഇടണം, മാപ്പ് എൻ്റെ കയ്യിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ദിയേൻ്റെ ഓൾമോസ്റ്റ് ഡെഡ് ആയിരുന്നു. ഇവരെ രണ്ടാളേലും ഇത് കിട്ടില്ല, നെറ്റ് കിട്ടുന്നില്ല. സോ എൻ്റെ കയ്യിൽ മാത്രമേ നെറ്റും ഉള്ളൂ, ഇത് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം ടെൻഷനായി. പക്ഷേ നമ്മളൊരു 10% ബാക്കിയുള്ളപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പം അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടെ ബാഗ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പം അതിന് കുളിച്ച് മാറ്റി റെഡിയായി അവിടെ നിന്ന് പോയി കറങ്ങി ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു വരാം. നല്ല ആവേശത്തിൽ നിന്ന് റൂമിൽ ഇറങ്ങിയെങ്കിലും അവിടെ എത്തിയപ്പോൾ അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇയാളെ കണ്ടാലും ഒരു ഫോറിൻ ലുക്ക് ഉണ്ടെങ്കിലും നല്ല ഫ്ലുവൻറ്റ് ഹിന്ദി ആയിരുന്നു ആൾക്ക്. അയാൾ നമ്മളെ ഫോളോ ചെയ്യുന്നവരെയും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഹിന്ദി അറിയാത്തത് നമുക്ക് ഒരു കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പം കുറച്ച് നേരം ആൾ പോയി. പക്ഷെ നമ്മളതിൽ കുറച്ച് ഇതായിപ്പോയി. ഇന്ന് ഞങ്ങൾ ചെക്കൗട്ട് ഡേ ആണ് ആൻഡ് ഫൈനലി ലാസ്റ്റ് ഡേ ആണ് പോലെ. ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ചെക്കൗട്ട് ചെയ്യുന്നു, നേരെ പോകുന്നു. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബില്ല് വന്നപ്പോൾ ഞങ്ങൾ ഹേർട്ടങ്ങ് ബ്രേക്കായിപ്പോയി. ഈ 4 കഷ്ണം ബ്രെഡിനും ഒരു ലൈമും ഒരു മസാല ചായക്ക് അറൗണ്ട് 1000 rupees ആയി. ഓ മൈ ഗോഡ്, ഭയങ്കര എക്സ്പെൻസീവാണ് അവിടുത്തെ ഫുഡ്. ആൻഡ് ഒരു ലോക്കൽ സെറ്റപ്പ് നമ്മൾ പിടിച്ചു. നേരെ നമ്മൾ ബസ് എടുത്തിട്ടാണ് സ്റ്റേഷനിലേക്ക് പോയത്. സ്റ്റേഷനിൽ അതിലും വലിയ ട്വിസ്റ്റ് ആയിരുന്നു. നമ്മളിവിടെ ലോഞ്ചിലാണുള്ളത്. അതെ, എക്സിക്യൂട്ടീവ് ലോഞ്ചിലാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുക. 2 മണീൻ്റെ ട്രെയിൻ വരിക, വൈകിട്ട് 6 മണിക്കാണ് വരിക. ഇന്ത്യൻ റെയിൽവേ സീരിയസ്ലി. അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ഇപ്പോൾ വരും. വെയിറ്റിംഗ് ഫോർ ബിരിയാണി. നമ്മളിപ്പോൾ ഇന്ത്യൻ റെയിൽവേൻ്റെ സ്വന്തം റെസ്റ്റോറൻ്റായ ലുക്ക് സോ എസ്തെറ്റിക്. ആനന്ദൻ എന്ന് പറഞ്ഞ കഫേയിലാണ് വന്നത്. ആനന്ദം എന്ന് പറഞ്ഞ കഫേയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ലുക്ക് സോ എസ്തെറ്റിക്. ഇത് നല്ല എസ്തെറ്റിക് പ്ലേസ് ആണ്. പക്ഷേ ഇത് കണ്ടാൽ വിചാരിക്കും ഗോവയത്തെ ബാക്കിയുള്ള സ്ഥലം പോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ഫുഡ് കൊടുക്കുന്നൊരു സ്പോട്ടാണ്. പക്ഷെ അങ്ങനെയല്ല. കാലിക്കറ്റിൽ ഉള്ള ഫുഡിനെക്കാട്ടും വില കുറഞ്ഞിട്ടാണ് ഇവിടെ ഫുഡ് കിട്ടുന്നത്. പക്ഷേ അത് വരട്ടെ എന്നാലും എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഈ ഫുഡ് വന്നിട്ട് ക്വാണ്ടിറ്റി എത്രയാണെന്ന് നോക്കിയിട്ട് ബാക്കി പറയാം. 135 രൂപയാണ് ചിക്കൻ ബിരിയാണി. നമ്മൾ നോക്കാം. അപ്പോൾ ആരാണ്? അമ്മ പറഞ്ഞിട്ട് അല്ല, അശ്വിൻ്റെ അമ്മ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇനി എല്ലാ ദിവസവും ഇത് കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഏത് വശം കൊണ്ടാണ് ഇവനെ പൃഥ്വിരാജിനെ പോലെ? പൃഥ്വിരാജിന്റെ സൗണ്ട് ആടുജീവിതത്തിലാണ്. പൃഥ്വിരാജിന് നല്ല ഫാൻസ് ഉണ്ട്. ഇതായിട്ട് ഏതെങ്കിലും ഒരാള് നിന്റെ കഷ്ടകാലത്തിന് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് പൃഥ്വിരാജിന്റെ ചെറുപ്പമുള്ള കാലമൊക്കെ ഡോക്യുമെന്ററി ഫിലിംസ് ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ എന്നെ വിളിച്ചോടും. ഇവന് പുറത്തൊക്കെ ബാൻ ചെയ്യുവനാ. വേറൊരു മസാലേൻ്റെ കുത്തല് വേറൊരു മസാലയുണ്ട്. ഇവരെ ഒരു മിനിറ്റ് മറ്റേ ഹൈദരാബാദി പോലെ പെർഫെക്റ്റ്. ഇവര് മറ്റൊരു മസാലയാണ് ഈ നോർത്ത് ഇന്ത്യയിലെ മസാല. ഓക്കെ, ലെറ്റ് മീ ടേസ്റ്റ്. എന്തിനാ ഞാൻ ബിരിയാണി ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നത്? വേറെ ഒന്നും എടുക്കുന്നില്ല. ഇവിടുത്തെ എല്ലാത്തിനും ഒരു കളർ.
ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത്. ഗുഡ് ഫുഡ്, പ്രിറ്റി ഡീസൻറ്റ് ഫുഡ്, അത്രയേ ഉള്ളൂ. ആ അതെ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, സാധനം കൊള്ളാം. ഇനി നമ്മളെ കൂടെ ബസ്സിൽ വന്ന രണ്ട് പേര്, അയ്യോ നമ്മൾ ആദ്യം അവരെ ഏട്ടന്മാരുന്നല്ലോ പറഞ്ഞേട്ടാ. ഞാൻ നേരെ കയറി ഏട്ടൻ്റെ പേരെന്താ? അയ്യോ ഏട്ടനൊന്നും വിളിക്കല്ലേ. പിന്നെ വയസ്സ് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് 2, 2.5, 3 വയസ്സുള്ള ഇതാണ്. ഓക്കെ, അപ്പം അവരോട് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ പിള്ളേരെ പോയി വിളിച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് വരാം. ഇത് വെച്ചാലേ എനിക്ക് കണ്ണ് കാണുകയുള്ളൂ, കണ്ണ് കാണുന്നില്ല. ഓക്കെ ഗൈസ്, അവരെ പോയി വിളിച്ചിട്ട് വരാം. അവർ ഫുഡ് കഴിച്ചിട്ട് വരുന്നവരെ നമുക്ക് ആ ബാഗ് നോക്കാം കേട്ടാ. ട്രെയിൻ പിന്നെയും ലേറ്റായി. ഇപ്പോൾ പറയുന്നത് 8:30 ട്രെയിൻ എത്തുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചായ കുടിക്കാം. ബോറടിക്കുമ്പോൾ നമുക്ക് വിശക്കാൻ അങ്ങനെ ഞങ്ങൾ വീണ്ടും അതേ സ്ഥലത്തെത്തിയിരിക്കുക. ചായ കുടിക്കാം. സമോസ ഭയങ്കര ഇതെടുക്കണം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് സമോസ കഴിക്കുന്നത്. നമ്മൾ കേരളത്തിൽ ഇങ്ങനെ അടിച്ച് പരത്തിയോ ഇതാണ് നല്ല സമോസ, കറക്റ്റ് സമോസ. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? നല്ല മണമുണ്ട്. വേണമെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഇത് മൊത്തം തോന്നും. എനിക്ക് എണ്ണക്കടി ആയതുകൊണ്ട് എനിക്ക് വലിയ ഇതില്ലായിരുന്നു. ഓക്കെ, നമുക്ക് കഴിക്കാം. എണ്ണക്കടി ആയതുകൊണ്ടോ എൻ്റെ ശരീരത്തിന് ഹാനികരമായതുകൊണ്ടൊന്നുമല്ല, എൻ്റെ വയറ് നല്ല അപ്സെറ്റാണ് അവിടെ പോയ അന്ന് മുതൽ. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ ഞാൻ അപ്പം ഛർദ്ദിക്കാനല്ല, അതുകൊണ്ട് മാത്രം കഴിക്കാത്തതാണ്. ഇനി എങ്ങനെ സമയം കളയും? അതെ, 8 മണി വരെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും പറയാനില്ല, ടോട്ടൽ മൂഞ്ചൽ. ഞാൻ ഇടൂല. Yeah, that's pretty much it, guys. It's a little wrap up for little Goa trip, and I'm so grateful for the trip, the experience, the people. I loved it, and I'm so grateful. If you like this video, or if ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്പയർ ആയെങ്കിൽ let's pack your bag and let's go Goa. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.